പാലക്കാട് എം.എൽ.എയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളും അതിനോട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ നടത്തിയ ശക്തമായ വിമർശനം ആരോപണ വിധേയനായ ഒരു നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന കടുത്ത അമർഷം തുറന്നുകാട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും പടിയടച്ച് പിണ്ടം വെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സജന ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഒരു ധാർമ്മിക വെല്ലുവിളിയായി ഉയർന്നിരിക്കുകയാണ്. ലൈംഗിക ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഫോൺ കോൾ റെക്കോർഡുകളും ചാറ്റുകളും അടുത്തിടെ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് സജന ബി സാജന്റെ രൂക്ഷമായ വിമർശനം. ആരോപണങ്ങൾ കേവലം വ്യക്തിപരമായ പിഴവല്ല, മറിച്ച് ഗുരുതരമായ മനോനിലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും അവർ തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടമല്ല, അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നമെന്നും സജന കുറ്റപ്പെടുത്തി. രാഹുലിനെതിരെ CPM സൈബർ സഖാക്കൾ ഞരമ്പൻ എന്ന നാടൻ ഭാഷ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകരുത്. ഇത്തരം നേതാക്കളെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുമെന്നും പ്രതിരോധിക്കുന്ന പ്രവർത്തകരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്ക സജനയുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പിലൂടെ ആരോപണങ്ങൾ ഗുരുതരമായി കാണണമെന്നും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് പാർട്ടിയുടെ വിശ്വസ്തതയെ തകർക്കുമെന്നും അവർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കണമെന്ന സജനയുടെ ആവശ്യം പാർട്ടിക്കുള്ളിലെ വനിതാ പ്രവർത്തകരുടെ സാധാരണ അണികളുടെയും ശക്തമായ വികാരമാണ് പ്രകടമാക്കുന്നത്. ലൈംഗിക പീഡനം, ഗർഭചിത്രം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുലിന് ലഭിക്കുന്ന സംരക്ഷണം ലക്ഷ്യമിട്ടാണ് സജനയുടെ അടുത്ത വിമർശനം. നീതി എന്ന ആശയം ആർക്കുവേണ്ടി ആയിരിക്കണമെന്ന അടിസ്ഥാനപരമായ ചോദ്യം അവർ നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നു. പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ. രാഹുലിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന നേതൃത്വത്തിലെ ഉന്നത വ്യക്തികളെയാണ് ഈ പ്രസ്താവനയിലൂടെ അവർ പരോക്ഷമായി വിമർശിക്കുന്നത്. ആർക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതിയുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങളുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ സത്യം മൂടിവെക്കാൻ ശ്രമിക്കരുതെന്ന് സജന ആവശ്യപ്പെടുന്നു. പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ട്. നീതി എന്നത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തെ അവർ ഓർമ്മിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനെക്കുറിച്ചുള്ള വസ്തുതകളും സജന തിരുത്തി. ഇത് പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ പുറത്തുവിടാനുള്ള അവരുടെ ധീരമായ ശ്രമമായി കണക്കാക്കാം. രാഹുൽ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം രാജിവെച്ചതല്ല, മറിച്ച് രാജിവെപ്പിച്ചതാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം അന്ന് സ്വീകരിച്ച നടപടി മാതൃകാപരമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വെളിപ്പെടുത്തൽ രാഹുലിന്റെ മുൻ സ്ഥാനത്യാഗം പോലും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന സൂചന നൽകുന്നു. പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സാധാരണ വനിതാ പ്രവർത്തകരും പണവും PR സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം സജന ചൂണ്ടിക്കാട്ടി. തൻവിയും അനുശ്രീയും പോലുള്ളവർ പണം വാങ്ങി പരിപാടികളിൽ പങ്കെടുക്കുന്നത് പോലെയല്ല കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ. പോലീസ് ലാത്തിചാർജും ജയിൽവാസം സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കാൻ PR സംവിധാനങ്ങളില്ലാത്ത, ആത്മാഭിമാനം പണയം വയ്ക്കാത്ത പട്ടിണി പാവങ്ങളായവരും ഈ പാർട്ടിയിലുണ്ട്. സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അത്തരം സത്യസന്ധരായ പ്രവർത്തകർക്ക് വേണ്ടി പാർട്ടി നിലകൊള്ളണമെന്നും ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ചേ മതിയാകൂ എന്നും അവർ ആവശ്യപ്പെട്ടു. സജന ബി സാജന്റെ ഈ തുറന്ന കത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ധാർമ്മിക പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്നാണെന്നും വ്യക്തമാക്കുന്നു. യുവ വനിതാ പ്രവർത്തകരുടെ വികാരത്തെയും ആത്മാഭിമാനത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ആരോപണ വിധേയനായ നേതാവിന് സംരക്ഷണം നൽകുന്നതും പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകരുടെ വിശ്വസ്തതയെ തകർക്കും. ഇരകൾ പരാതി നൽകാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു. നിയമ നടപടികൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ആരോപണങ്ങളുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് സംഘടനാപരമായി നടപടിയെടുക്കാൻ നേതൃത്വത്തിന് സാധിച്ചില്ലെങ്കിൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന യുവ വനിതാ പ്രവർത്തകരുടെ ശബ്ദമായാണ് സജനയുടെ കുറിപ്പ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ശബ്ദത്തെ നേതൃത്വം അവഗണിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ വിമത സ്വരങ്ങൾക്ക് കാരണമായേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉന്നത നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മിക പ്രതിച്ഛായയുടെ ഭാവി. സജന ബി സാജന്റെ വാക്കുകൾ പാർട്ടി യുവതലമുറ ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവമായാണ് കാണുന്നതെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്.